ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം നോമ്പിൻ്റെ ദിനങ്ങളിലാണല്ലോ. അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും വിശുദ്ധിയുടെയും നാളുകളാണ് നോമ്പ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ് ടു മീ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യേശു ബഥാന്യയിലെ ശീമോന്റെ ഭവനത്തിൽ ശിഷ്യന്മാരുമായി പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വെൺകൽ ഭരണി പൊട്ടിച്ച് സ്വച്ഛജട മാംസ്യ തൈലം യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു. ആ സ്ത്രീ ആരാണ് എന്നതിലുപരി എന്ത് ചെയ്തു, എന്താണ് അവളുടെ പ്രവൃത്തി, അതിനാണ് പ്രസക്തം. അവളുടെ പ്രവൃത്തി ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്കാണ്, ഭക്തിയുടെ പൂർണ്ണതയാണ്. മാത്രമല്ല അവളുടെ ജീവിതത്തെ പരിഹാരം നൽകിയ, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിനെ പരിവർത്തനം ചെയ്ത കൃപയോടുള്ളതായ പ്രതികരണമാണ്. ഒരു യഹൂദ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണിത്. അതാണ് അവൾ കർത്താവിനെ ത്യാഗപൂർവം സമർപ്പിക്കുന്നത്. ത്യാഗാത്മകമായ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒന്നാണ് ആരാധന. തീർച്ചയായിട്ടും അവളുടെ ഈ പ്രവൃത്തി ഒരു നല്ല ആരാധനയാണ്. നാം അമൂല്യമെന്ന് കരുതുന്നതും വിലമതിക്കാത്തതുമായ ചിലത് ഉടയവനായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാൻ കഴിയണം ഈ നോമ്പിൻ്റെ നാളുകളിൽ. ശിഷ്യന്മാർ ആ സ്ത്രീയെ വിമർശിച്ചതുപോലെ ഒരുപക്ഷെ സമൂഹം നമ്മെ വിമർശിച്ചേക്കാം. ഈ വെറും ചെലവ് എന്തിന് എന്ന് ചോദിച്ചേക്കാം. കല്ലറയിലെ തൻ്റെ അടക്കത്തിനായിട്ട് അവൾ മുൻകൂട്ടി തൻ്റെ ദേഹത്ത് തേച്ചു എന്നതായിരുന്നു യേശുവിന് ഇവളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പ്രവൃത്തിക്ക് നൽകിയതായ പ്രതികരണം. ശിഷ്യന്മാർ ഗ്രഹിക്കാൻ കഴിയാത്തതായ കാര്യങ്ങൾ, ക്രിസ്തു ദർശനം, അത് അവൾ ഗ്രഹിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് ഇവിടെ. യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തെയും നുറുക്കപ്പെടലിൻ്റെയും ആഴമായ അർത്ഥതലങ്ങൾ അവൾ ഗ്രഹിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ്. നുറുക്കപ്പെടലിൻ്റെ സൗരഭ്യം അവിടെയുള്ള എല്ലാവരിലേക്കും പകരുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ സാക്ഷ്യ ജീവിതവും പ്രവർത്തനവും സൗരഭ്യം പകരുന്നതായി തീർന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. ഈ ലോകത്തിൽ നാം ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു സമൂഹമായി ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ, അതിനുള്ള ചൂണ്ടുപലകളായി നാം തീരുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ സഹനത്തിൻ്റെ ഓർമ്മയുടെ നാളുകളാണല്ലോ നോമ്പ്. അതുകൊണ്ട് നമ്മുടെ ഈ നോമ്പ് ദിനങ്ങളിൽ സൗരഭ്യം പകരുന്ന പാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ നോമ്പിൻ്റെ നാളുകളിൽ ഞങ്ങളുടെ ഓരോ ധ്യാന ചിന്തയും അടിയങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതായി തീർക്കണമേ. ദൈവമേ, ഈ സ്ത്രീയുടെ വിലയേറിയ സ്വച്ഛജട മാംസ്യ തൈലം കർത്താവെ അവൾ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്നതായ സൗരഭ്യം ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെയും ആ സൗരഭ്യം പകരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ.